ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഡാറ്റ പ്രോസസ്സിങ്ങിനെ കുറിച്ചിട്ടാണ്. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോസിൽ നിങ്ങൾ പഠിച്ചിരിക്കും ഡാറ്റ എന്താണ്, ഇൻഫർമേഷൻ എന്താണെന്ന് പഠിച്ചിരിക്കും. അതിനൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഡാറ്റ എന്ന് പറഞ്ഞാൽ അത്രയും ക്ലിയർ അല്ലാത്ത ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സിൻ്റെ ഒരു കൂട്ടമാണ് ഡാറ്റ എന്നും, ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ക്ലിയർ ആയിട്ടുള്ള ഒരു കണ്ടൻറ്റാണ് ഇൻഫർമേഷൻ എന്നും, ഒരു ഡിസിഷൻ എടുക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ് ഇൻഫർമേഷൻ എന്നാണ്. ഡാറ്റ ഈസ് സിമിലർ ടു റോ മെറ്റീരിയൽ, ഇൻഫർമേഷൻ ഈസ് സിമിലർ ടു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. നമ്മൾ അതിനെക്കുറിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണ് ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത്. ഡാറ്റ പ്രോസസ്സിംഗ് എന്തുകൊണ്ട് നമുക്ക് നോക്കാം. നമുക്ക് പരിചയമുള്ള പല എക്സാമ്പിളുകൾ കൂടെ നമുക്ക് പോയി നമുക്ക് മനസ്സിലാക്കാം എന്താണ് ഡാറ്റ പ്രോസസ്സിംഗ് നോക്കാം. അതിന് മുമ്പ് പ്രോസസ്സ് എന്താണെന്ന് പരിചയപ്പെടണം. ഓക്കെ, നമുക്കൊരു ചാർട്ട് ഇവിടെ കാണാം അല്ലേ. അവിടെ നമുക്ക് കുറേ പരിചയമുള്ള കുറേ വേർഡുകൾ എഴുതിയിട്ടുണ്ട്. CE, TE, പ്രോസസ്, ഗ്രേഡ്, കുറേ വേർഡുകളുണ്ട് അല്ലേ. CE എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇൻറ്റേർണൽ മാർക്ക്, TE എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പരീക്ഷ എഴുതി കിട്ടുന്ന മാർക്കാണ് TE. നമ്മൾ 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതിയപ്പോഴൊക്കെ കിട്ടിയിട്ടുണ്ട് അല്ലെ CE മാർക്കും. എക്സാം എഴുതി കിട്ടുന്ന നമുക്ക് പബ്ലിക് എക്സാം എഴുതി കിട്ടുന്ന മാർക്കാണ് TE മാർക്ക് അല്ലേ. ഈ പ്രോസസ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. പ്രോസസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദ ആക്ടിവിറ്റി ഓർ ഓപ്പറേഷൻസ് ബേസ്ഡ് ഓൺ സം ക്രൈറ്റീരിയ. ഓക്കെ, പ്രോസസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു ഓപ്പറേഷൻസ് ആണ്. ഓക്കെ, പ്രോസസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ചില ഓപ്പറേഷൻസ് ആണ് നമ്മൾ പെർഫോം ചെയ്യുന്നത്. ഇതെന്തിനെയാണ്? ചില ക്രൈറ്റീരിയാസിനെയും കണ്ടീഷനെയും ആസ്പദമാക്കിക്കൊണ്ട് നമ്മൾ നടത്തുന്ന ചില ഓപ്പറേഷൻസിനെയാണ് ഇത് പറയുന്നത് പ്രോസസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ആക്ടിവിറ്റീസ് ഓർ ഓപ്പറേഷൻസ് ബേസ്ഡ് ഓൺ സം ക്രൈറ്റീരിയാസ്. നമുക്ക് തന്ന ചിത്രത്തിൽ കൊടുത്ത കാര്യം തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരു പരീക്ഷ എഴുതുന്ന കുട്ടിക്ക് ഗ്രേഡ് കിട്ടുന്നത് എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. ഹിയർ പ്രോസസ് കാണുന്നുണ്ട് അല്ലേ. ഈ പ്രോസസ്സിൽ വഴിയാണ് നമുക്ക് എന്ത് പ്രോസസ്സിൻ്റെ ഔട്ട്പുട്ടായിട്ടാണ് നമുക്ക് ഗ്രേഡ് കിട്ടുന്നത്. ഇവിടെ എന്ത് കിട്ടി? കുട്ടിയുടെ CE മാർക്കും ആ കുട്ടിക്ക് എക്സാം എഴുതി കിട്ടിയ മാർക്കും കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് സം ചെയ്ത് ഒരു മാർക്ക് കിട്ടി. ആ മാർക്കിനെ കമ്പയർ ചെയ്യുമ്പോഴാണ് എന്താണ് ആ കുട്ടിയുടെ ഗ്രേഡ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. സോ പ്രോസസ്സിൽ നമ്മൾ ചില ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുക ചെയ്യുന്നത്. നമ്മളവിടെ കാൽക്കുലേഷൻസ് നടത്തുന്നുണ്ട്, കമ്പാരിസൺ നടത്തുന്നുണ്ട്. കുട്ടിയെ ടോട്ടൽ മാർക്ക് CEയും TEയും കൂടെ കൂട്ടിയപ്പോൾ കിട്ടിയ മാർക്ക് ഒരു പ്രത്യേക മാർക്കിനേക്കാളും കൂടുതലാണോ എന്നൊക്കെ നമ്മൾ കമ്പയർ ചെയ്യുക ചെയ്യുന്നത്. സോ അങ്ങനെയുള്ള ചെറിയ ചെറിയ ചില ഓപ്പറേഷൻസ് നടത്തി കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? പ്രോസസ്സ് കംപ്ലീറ്റ് ആവുകയും ഗ്രേഡ് കിട്ടുകയും ചെയ്യുന്നത്. സോ ഹിയർ ഇൻപുട്ടായിട്ട് ആക്ട് ചെയ്യുന്നത് CEയും TEയും ആണ്. ഈ പ്രോസസ്സിൻ്റെ ഔട്ട്പുട്ടാണ് എന്ത് പറയുന്നത്? ഗ്രേഡ്. ഓക്കെ, ആ ആരോ നോക്കിയാൽ മനസ്സിലാക്കാം. പ്രോസസ്സിലേക്ക് വരുന്ന ആരോ ഇൻപുട്ട്, പ്രോസസ്സിൽ നിന്ന് പുറത്തു പോകുന്ന ആരോ ഔട്ട്പുട്ട്. പ്രോസസ് എന്താണെന്നുള്ള ഡെഫിനേഷൻ നോക്കാം. ഇത് പറയുന്നത് ആക്ടിവിറ്റീസ് ഓർ ഓപ്പറേഷൻസ് ദറ്റ് ആർ ബേസ്ഡ് ഓൺ സം ക്രൈറ്റീരിയാസ്. നമുക്ക് പഠിക്കേണ്ടത് ഡാറ്റ പ്രോസസ്സിങ് എന്താണെന്നാണ്. പ്രോസസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ്സ് എ ആക്ടിവിറ്റീസ് ഓർ ഓപ്പറേഷൻസ് ബേസ്ഡ് ഓൺ സം ക്രൈറ്റീരിയ. നമ്മളിനി പഠിക്കാൻ പോകുന്നത് ഡാറ്റ പ്രോസസ്സിങ് എന്താണെന്നാണ്. ഡാറ്റ പ്രോസസ്സിങ് വളരെ സിമ്പിളാണ്. നമുക്കറിയാം ഡാറ്റയും ഇൻഫർമേഷനും അറിയാം അല്ലേ. ഡാറ്റ പ്രോസസ്സിങ് മീൻസ് ഇറ്റ് റെഫേഴ്സ് some operations or activities that are performed to convert data into information. ഡാറ്റയിൽ നിന്ന് ഇൻഫർമേഷനിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഓപ്പറേഷൻസ് ഓർ ആക്ടിവിറ്റീസിനെയാണ് പറയുന്നത് പേരാണ് എന്ത്? ഡാറ്റ പ്രോസസ്സിങ്. നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ കണ്ടിരുന്നു വട്ട് യു മീൻ ബൈ ഡാറ്റ, വട്ട് യു മീൻ ബൈ ഇൻഫർമേഷൻ. നമുക്ക് ക്ലിയർ ഐഡിയ ഉണ്ട് അല്ലേ. ഈ ഡാറ്റയെ ഇൻഫർമേഷൻ ആക്കി മാറ്റുന്ന പ്രോസസ്സിനെയാണ് ഇത് പറയുന്നത് ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് റിഫേഴ്സ് സം ഓപ്പറേഷൻസ് ഓർ ആക്ടിവിറ്റീസ് ദാറ്റ് ആർ യൂസ്ഡ് ടു കൺവേർട്ട് ഡാറ്റ ഇൻടു ഇൻഫർമേഷൻ. ഡാറ്റയെ ഇൻഫർമേഷനാക്കി കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ഇത് പറയുന്നത് ഡാറ്റ പ്രോസസ്സിംഗ്. ഇവിടെ ഇൻപുട്ടായിട്ട് ആക്ട് ചെയ്യുന്നത് ഡാറ്റയും ഔട്ട്പുട്ട് ആയിട്ട് ഡാറ്റ പ്രോസസ്സിങ്ങിൻ്റെ ഔട്ട്പുട്ടായിട്ട് ആക്ട് ചെയ്യുന്നത് ഇൻഫർമേഷനും ആണ്. ഇനി നമുക്ക് നോക്കേണ്ടത് നമ്മുടെ ഡെയിലി ലൈഫിൽ കാണുന്ന ഒരു എക്സാമ്പിളാണ്. അതായത് നിങ്ങളിപ്പോൾ ഈ ഒരു എക്സാമ്പിൾ കണ്ടിട്ടേ ഉള്ളൂ, തൊട്ട് മുമ്പ് കണ്ടതേ ഉള്ളൂ. നിങ്ങളുടെ +1 അഡ്മിഷൻ തന്നെയാണ് ഞാനിവിടെ ഈ ഡയഗ്രാം വഴി എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് നിങ്ങളൊരു ആപ്ലിക്കേഷൻ ഫോം അക്ഷയ തുടങ്ങിയ ജനസേവന കേന്ദ്രങ്ങളിൽ ഫില്ല് ചെയ്ത് കൊടുത്തിരുന്നു അല്ലേ. നമ്മുടെ മാർക്കും നമ്മുടെ ഡീറ്റെയിൽസൊക്കെ അടങ്ങുന്ന ഒരു ആപ്ലിക്കേഷൻ ഫോം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്തിരുന്നു. ഈ ആപ്ലിക്കേഷൻ ഫോമിനെ പറയുന്ന പേരാണ് സോഴ്സ് ഡോക്യുമെൻറ്റ്. ഓക്കെ, നമുക്കൊരു പ്രത്യേക ഫോർമാറ്റ്, ഒരു പ്രത്യേക ഓർഡർ, ഒരു പ്രത്യേക ഫോർമാറ്റൊക്കെ ഉണ്ട് അല്ലേ. ഇതിനെ പറയുന്ന പേരാണ് സോഴ്സ് ഡോക്യുമെൻറ്റ്. ഇതിനകത്ത് ഓഫ്ലൈനായിട്ട്
ഒരു യൂസർ ഡാറ്റകളെല്ലാം എൻ്റർ ചെയ്യുന്നു. ഓക്കെ, ദാറ്റ് ഈസ് നോട്ട് ഈ ഫേസ് ആണ് ഡാറ്റ കളക്ഷൻ. ഈ കളക്ട് ചെയ്ത ഡാറ്റയെ ഇൻപുട്ട് ചെയ്യുന്നു, കമ്പ്യൂട്ടറിലേക്ക് ഇൻപുട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഇൻപുട്ടിങ് ഓഫ് ഡാറ്റ. ആഫ്റ്റർ ഇൻപുട്ടിങ് കഴിഞ്ഞ ശേഷം എന്ത് ചെയ്തു? ഡാറ്റയെ സ്റ്റോർ ചെയ്യുന്നു. അതായത് കംപ്ലീറ്റ് ആയിട്ട് എല്ലാ ഡാറ്റയും ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻപുട്ട് ചെയ്ത എല്ലാ ഡാറ്റയും എന്ത് ചെയ്യുന്നു? സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. സെർവറുകൾ, കമ്പ്യൂട്ടർ സെർവറുകളിൽ സ്റ്റോർ ചെയ്യുന്നത്. സെർവർ എന്താണെന്നൊക്കെ നമുക്ക് വഴിയെ പഠിക്കാം. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. സെർവറുകളിൽ, അതായത് സദാസമയവും 24 hours സർവീസ് ലഭിക്കുന്ന ഇത്തരം ഹ്യൂജ് കോൺഫിഗറേഷനുള്ള കമ്പ്യൂട്ടേഴ്സാണ് സെർവർ എന്ന് പറയുന്നത്. സെർവറുകളിലേക്ക് നമ്മൾ ഈ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നു. ഡാറ്റ സ്റ്റോറിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഡാറ്റ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അവിടെ നമ്മൾ പലതരം ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നു. ഓപ്പറേഷൻസ് ഓർ ആക്ടിവിറ്റീസ് നമ്മൾ കണ്ടിരുന്നു അല്ലേ? പലതരം ഓപ്പറേഷൻസ് നടത്തുന്നു. കാൽക്കുലേഷൻസ്, കമ്പാരിസൺസ്, സോർട്ടിങ്, ഫിൽറ്ററിങ്, ക്ലാസിഫിക്കേഷൻ. ഇതിലെ പല ഓപ്പറേഷൻസും നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് പെർഫോം ചെയ്യുന്നു. ഓപ്പറേഷൻസിൻ്റെ പേര് നോക്കി വെക്കണം. കാൽക്കുലേഷൻസ്, കമ്പാരിസൺസ്, സോർട്ടിങ്, ഫിൽറ്ററിങ്, ക്ലാസിഫിക്കേഷൻ. ഈ ഓപ്പറേഷൻസ് ഒക്കെ നടത്തുന്നു. നമ്മുടെ ഈ എക്സാമ്പിളിൽ ഡാറ്റ പ്രോസസ്സിങ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുക അലോട്ട്മെൻറ്റ് സ്ലിപ്പാണ്. നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട് ഈ അലോട്ട്മെൻറ്റ് സ്ലിപ്പ് അല്ലേ? ഈ അലോട്ട്മെൻറ്റ് സ്ലിപ്പിനകത്ത് എന്താ ഉണ്ടായിരിക്കുക? ഇന്ന കുട്ടിക്ക് ഇന്ന കോഴ്സിന് ഇന്ന സ്കൂളിലേക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. ആ കുട്ടിയുടെ ഇത്രാമത്തെ ഓപ്ഷൻ പ്രകാരമാണ് ആ കുട്ടിക്ക് ഇന്ന സ്കൂളിൽ അഡ്മിഷൻ കിട്ടിക്കുന്നത്. സോ ഒരു ഡിസിഷൻ കിട്ടുക ചെയ്യുന്നത് അല്ലേ? നമ്മൾ കൊടുത്ത ഇൻപുട്ടിന് ഒരു ഡിസിഷൻ നമുക്ക് അറിയാം, ഒരു തീരുമാനം നമുക്ക് അറിയുക ചെയ്യുന്നത് അല്ലേ? നമുക്ക് ഇന്ന സ്കൂളിൽ ഇന്ന കോഴ്സിന് അഡ്മിഷൻ കിട്ടി, ഇന്ന കോഴ്സിന് എനിക്ക് കിട്ടിയിട്ടില്ല, നമുക്ക് തീരുമാനം അറിയുകയാണ് ചെയ്തത്. അല്ലെങ്കിൽ ഇന്ന സ്കൂളിൽ ഞാൻ ആഗ്രഹിച്ചു പക്ഷെ എനിക്ക് കിട്ടിയില്ല. സോ ഒരു ഡിസിഷൻ അറിയുക ചെയ്യുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ കൊടുത്ത ഡാറ്റയിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി? മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടുക ചെയ്തത്. ഡാറ്റ കൊടുത്തപ്പോൾ നമുക്ക് അവസാനം എന്ത് കിട്ടി? I got selection on this course, on this school. ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടി, മീനിങ് ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുകയാണ് ചെയ്തത് അല്ലേ? ദെൻ എന്ത് ചെയ്തു? ഈ ഔട്ട്പുട്ട്, അതായത് ഔട്ട്പുട്ടായി കിട്ടിയ അലോട്ട്മെൻറ്റ് സ്ലിപ്പ് നമുക്ക് പ്രിൻറ്റ് ചെയ്യുകയോ സേവ് ചെയ്യുകയോ ചെയ്യാം. ദെൻ എന്ത് ചെയ്യാം? ഇറ്റ് ക്യാൻ ബി ഡിസ്ട്രിബ്യൂട്ടഡ്. ഇതിനെ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഈ അലോട്ട്മെൻറ്റ് സ്ലിപ്പിനനുസരിച്ച് നമുക്ക് സ്കൂൾസിൽ അഡ്മിഷൻ കിട്ടുന്നു. ഓക്കെ, ഇത് നമ്മുടെ ഡെയിലി ലൈഫിലുള്ള എക്സാമ്പിൾ. ഈ എക്സാമ്പിളിൻ്റെ സഹായത്തോടു കൂടെ നമുക്ക് ഡാറ്റ പ്രോസസ്സിങ്ങിൻ്റെ സ്റ്റെപ്സ് നോക്കാം. നമുക്ക് 6 സ്റ്റെപ്സാണ് ഡാറ്റ പ്രോസസ്സിങ്ങിനുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്സ് പരിചയപ്പെടാം, പിന്നെ ഡയഗ്രം നമുക്ക് നോക്കാം. ഈ 6 സ്റ്റെപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് സ്റ്റെപ്പ് തൊട്ട് മുമ്പിൽ കണ്ട ഡയഗ്രം ഒന്ന് മനസ്സിൽ ഓർക്കാൻ നോക്കുക, ഉപകാരപ്പെടും അത്. ഡാറ്റ ക്യാപ്ചറിങ് ഓഫ് ഡാറ്റ. ഇവിടെ നമ്മൾ സോഴ്സ് ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്ത്, അതായത് ആ ഫോമിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് അല്ലേ? അക്ഷയയിൽ പോയി ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ക്യാപ്ചറിങ് ഓഫ് ഡാറ്റ. ഡാറ്റയെ ക്യാപ്ചർ ചെയ്യുന്നു. 2 മെത്തേഡിൽ ചെയ്യാം. ഓൺലൈനായിട്ടും ചെയ്യാം, ഓഫ്ലൈനായിട്ടും ചെയ്യാം. ഈ ക്യാപ്ചറിങ് ഓഫ് ഡാറ്റയിലാണ് നമുക്ക് പെർഫോം ചെയ്യുന്നത്. സോഴ്സ് ഡോക്യുമെന്റ് പ്രിപ്പറേഷൻസും ഡാറ്റ കളക്ഷനും ഈ ഫേസിന്റെ പ്രത്യേകതയാണ്. ഡാറ്റ കളക്ഷനും സോഴ്സ് ഡോക്യുമെന്റ് പ്രിപ്പറേഷനും ഇവിടെ നടക്കുന്നുണ്ട്, ക്യാപ്ചറിങ് ഓഫ് ഡാറ്റയിൽ നടക്കുന്നുണ്ട്. അടുത്തതാണ് ഇൻപുട്ട് ഓഫ് ഡാറ്റ. നമ്മൾ ഡാറ്റയെ കമ്പ്യൂട്ടറിലേക്ക് ഇൻപുട്ട് ചെയ്യുന്നു. നിങ്ങളൊന്ന് മനസ്സിലാക്കുക, അക്ഷയയിൽ പോയപ്പോൾ നിങ്ങൾ ആ ഫോം കൊടുത്തപ്പോൾ അവിടെ ഇരുന്നൊരു കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ അതിൽ നിന്ന് ഇൻപുട്ട് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ഇൻപുട്ട് ഓഫ് ഡാറ്റ. ദെൻ ഇൻപുട്ട് ചെയ്ത ഡാറ്റയെല്ലാം നമുക്ക് എന്ത് വേണം? സ്റ്റോറേജിലേക്ക് കൊണ്ടുപോകണം. അത് ഡാറ്റ സ്റ്റോറേജിലേക്ക് മാറ്റണം, സെർവറിലേക്ക് മാറ്റണം, സ്റ്റോർ ചെയ്യുന്നു. ആ ഇൻപുട്ടുകളെല്ലാം സ്റ്റോർ ചെയ്യുന്നു. ഈ ഡയഗ്രത്തിൽ കണ്ടല്ലോ അല്ലേ? ഇൻപുട്ടുകളെല്ലാം ഇവിടേക്ക് എന്ത് ചെയ്യുന്നു? സ്റ്റോർ ചെയ്യാണ് ചെയ്യുന്നത്. ആസ് വെൽ ആസ് അടുത്ത ഫേസാണ് പ്രോസസ്സിങ് ഓർ മാനിപ്പുലേറ്റിംഗ് ഡാറ്റ. പ്രോസസ്സിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടു പല ചെറിയ ചെറിയ ഓപ്പറേഷൻസ് കൂടിയതാണ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് കാൽക്കുലേഷൻസ്, ക്ലാസിഫിക്കേഷൻസ്, സമ്മറൈസേഷൻ, സോർട്ടിങ്, ഫിൽറ്ററിങ് തുടങ്ങിയ പല ഓപ്പറേഷൻസ് കൂടിയതാണ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് അല്ലേ? ഈ പ്രോസസ്സിംഗ് അഥവാ മാനിപ്പുലേഷൻ ചെയ്യണമെങ്കിൽ, ഡാറ്റയെ മാറ്റം വരുത്തണമെങ്കിൽ നമുക്ക് എന്ത് വേണ്ടി വരും? സ്റ്റോറേജിൽ നിന്ന് ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞ സ്റ്റേജിലേക്ക് ഇൻപുട്ടായിട്ട് വരുന്നുണ്ട്. ഈ ആരോ ശ്രദ്ധിക്കുക. സ്റ്റോറേജിൽ നിന്ന് ഡാറ്റ പ്രോസസ്സിങ്ങിലേക്ക് ഔട്ട്പുട്ടായിട്ട് വരുന്നു. ഇൻപുട്ടായിട്ട് വരുന്നു. ഇവിടെ ഓപ്പറേഷൻസ് എല്ലാം പെർഫോം ചെയ്യുന്നു. കാൽക്കുലേഷൻസും ക്ലാസിഫിക്കേഷൻസോ സോർട്ടിങ്ങോ ഏതാണ് ആവശ്യമെന്ന് വെച്ചാൽ അതെല്ലാം പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് ഫൈനലി വി ഗോട്ട് ഔട്ട്പുട്ട്. ആ ഔട്ട്പുട്ട് സ്റ്റോറേജിലേക്ക് പാസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സെയിം ടൈം എന്താണ് ഈ കിട്ടിയ ഔട്ട്പുട്ട് യൂണിറ്റുകൾ വഴി പ്രിന്റ് ചെയ്യാനും സാധിക്കുന്നു. ദാറ്റ് ഔട്ട്പുട്ട് ക്യാൻ ബി ഡിസ്ട്രിബ്യൂട്ടഡ്. നമുക്ക് നമ്മുടെ ബെനിഫിഷ്യറീസിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അതായത് ഒരു കുട്ടിക്ക് കിട്ടിയ ആ ഒരു അലോട്ട്മെന്റ് സ്ലിപ്പ് ആ കുട്ടി എന്താ ചെയ്യുക?
ആ കുട്ടിക്ക് ഏത് സ്കൂളിലേക്കാണോ വേണ്ടത് അവിടെ സ്കൂളിലേക്കാണോ അഡ്മിഷൻ കിട്ടുന്നത് അവിടെ സബ്മിറ്റ് ചെയ്യും അല്ലേ. അലോട്ട്മെന്റ് സ്ലിപ്പ് നിങ്ങൾ സബ്മിറ്റ് ചെയ്തിരുത്തും. അതുപോലെ തന്നെ എന്താണ് നിങ്ങൾക്ക് സ്കോളർഷിപ്പോ മറ്റു കാര്യങ്ങൾക്കോ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും ഈ അലോട്ട്മെന്റ് സ്ലിപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ സബ്മിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. സോ ദീസ് ആർ ദ 6 സ്റ്റേജസ് ഓഫ് ഡാറ്റ പ്രോസസ്സിങ്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഡയഗ്രം നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതുണ്ട്. ഓക്കെ, ഇവിടെ സോളിഡ് ലൈൻസിൽ കാണുന്നതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിർബന്ധമായും നടക്കേണ്ട സ്റ്റെപ്സുകളാണ്. ബട്ട് ഇവിടെ നമുക്ക് ഡോട്ടഡ് ലൈൻസിൽ കാണാം ഇത് ചില സമയങ്ങളിൽ സംഭവിക്കാതെയും ഇരിക്കാം. അതായത് ഇൻപുട്ടിൽ നിന്ന് ചിലപ്പോൾ ഡാറ്റ സ്റ്റോറേജിലേക്ക് പോകാതെ നേരിട്ട് പ്രോസസ്സിങ്ങിലേക്ക് പോകാനുള്ള സാധ്യത ചില സമയങ്ങളിലുണ്ട്. പക്ഷേ എപ്പോഴും നല്ലത് എന്താണ്, ഇൻപുട്ടിൽ നിന്ന് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലൊരു മെത്തേഡ്. ചില സമയങ്ങളിൽ അല്ലാതെയും സംഭവിക്കും. ദാറ്റ് ഈസ് ഈ ഡോട്ടഡ് ലൈൻസ് സൂചിപ്പിക്കുന്നത് ഓപ്ഷണൽ ആണെന്നാണ്. ഓക്കെ, നമ്മൾ ഈ കണ്ട ഈ ഒരു സ്റ്റെപ്സിൻ്റെ എക്സ്പ്ലനേഷനാണ് നമുക്ക് അടുത്ത സ്ലൈഡുകളിൽ കാണുന്നത്. പെട്ടെന്ന് പറഞ്ഞു പോകാൻ പറ്റും, കാരണം കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഈ പറഞ്ഞത് തന്നെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഡാറ്റ ക്യാപ്ചറിങ്, ഇവിടെ നോക്കൂ, ആ ഡയഗ്രം നോക്കൂ. ഡാറ്റ ക്യാപ്ചറിങ് ഇവിടെ കണ്ടോ, കുട്ടികൾ ഡാറ്റ കൊടുക്കുന്നു, പറഞ്ഞു കൊടുക്കുന്നു, ഡാറ്റ ക്യാപ്ചർ ചെയ്ത് ഒരു ആപ്ലിക്കേഷൻ ഫോമിൽ അത് എഴുതുകയാണ് ചെയ്യുന്നത്. ഇവിടെ സോഴ്സ് ഡോക്യുമെന്റ് പ്രിപ്പറേഷൻ ആണ് നടക്കുന്നത്. അതുപോലെ ഡാറ്റ കളക്ഷൻ ആണ് ഈ സ്റ്റേജിന്റെ പ്രത്യേകത. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റേജ് ഇൻ ഡാറ്റ പ്രോസസ്സിംഗ്. ഓക്കെ, ഇന്ന് ഓൺലൈനായും ഓഫ്ലൈനായും ഡാറ്റ പ്രോസസ്സിംഗ് ചെയ്യാനുള്ള സൗകര്യം നമുക്കുണ്ട്. അടുത്തതാണ് ഇൻപുട്ട്. നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത സോഴ്സ് ഡോക്യുമെന്റിനെ കമ്പ്യൂട്ടറിലേക്ക് ഇൻപുട്ട് ചെയ്യുന്നു. ഡയറക്റ്റായിട്ട് ഇൻപുട്ട് ചെയ്യാം, ആസ് വെൽ ആസ് ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇൻപുട്ട് ചെയ്യാം. ഓക്കെ, ഇൻപുട്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് പറയുന്നത്. ഫീഡിങ് ഡാറ്റ ടു ദ കമ്പ്യൂട്ടർ ഫോർ പ്രോസസ്സിംഗ് ഈസ് നോൺ ആസ് ഇൻപുട്ട്. ഡാറ്റയെ കമ്പ്യൂട്ടറിലേക്ക് ഫീഡ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്? പ്രോസസ്സിങ് ചെയ്യാനായിട്ട് ഡാറ്റയെ കമ്പ്യൂട്ടറിലേക്ക് ഫീഡ് ചെയ്യുന്നതിനാണ് ഇത് പറയുന്നത് ഇൻപുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻപുട്ട് അത് നിങ്ങൾക്ക് ഓൾറെഡി 10ാം ക്ലാസ്സിൽ പഠിച്ചവരാണ് അല്ലേ, 10 വരെ പഠിച്ചിട്ടുണ്ട്. ഇൻപുട്ട് ഡാറ്റ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യണം ബിഫോർ പ്രോസസ്സിങ്ങിന് മുൻപ് ഇൻപുട്ട് ചെയ്ത ഡാറ്റ കമ്പ്യൂട്ടറിലേക്ക് സ്റ്റോർ ചെയ്യണം. ഈ പോയിന്റ് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. അടുത്ത ഫേസ് ഏതാണ്? ഇൻപുട്ട് കഴിഞ്ഞാൽ വി ഹാവ് സ്റ്റോറേജ് ഫേസ്. ഡാറ്റ പല സമയങ്ങളിലും നമ്മൾ ഇൻപുട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. ദ എൻറ്റയർ ഡാറ്റ ഇൻപുട്ട് ചെയ്ത എല്ലാ ഡാറ്റയും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? വി ഹാവ് ടു കീപ്പ് ഇൻ ദ സ്റ്റോറേജ് ഡിവൈസിലേക്ക് കീപ്പ് ചെയ്യണം. ഈ സ്റ്റോറേജ് ഡിവൈസിൽ നിന്ന് ഡയഗ്രാം ഓർക്കുക, സ്റ്റെപ്സ് ഓഫ് ഡാറ്റ പ്രോസസ്സിങ്ങിൻ്റെ ഡയഗ്രാം ഓർക്കുക. സ്റ്റോറേജ് ഡിവൈസിൽ നിന്ന് എന്ത് ചെയ്യണം? ഡാറ്റ നമുക്കവിടെ സ്റ്റോറേജിൽ നിന്ന് ഡാറ്റ പ്രോസസ്സിങ്ങിലേക്ക് എത്തണം അല്ലേ. ഇവിടെ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നു. ആഫ്റ്റർ റിസൾട്ട് വിൽ ബി പാസ്ഡ് ഓൺ ടു ദ സ്റ്റോറേജ് മീഡിയം അഗെയിൻ. സ്റ്റോറേജിലേക്ക് വീണ്ടും ഡാറ്റ പാസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഇൻപുട്ടിൽ നിന്ന് എല്ലാ ഡാറ്റയും സ്റ്റോറേജിലേക്ക് എത്തുന്നു. ആഫ്റ്റർ എന്താണ്, പ്രോസസ്സിംഗ് നടത്തണമെങ്കിലും ഡാറ്റ സ്റ്റോർ ചെയ്ത ഡാറ്റാസ് എല്ലാം ഇവിടെ പ്രോസസ്സിങ്ങിലേക്ക് എത്തുന്നു. ഇവിടെ പ്രോസസ്സിംഗ് കഴിഞ്ഞാൽ കിട്ടുന്ന ഔട്ട്പുട്ടിന് നമ്മളിവിടെ എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് കംസ് പ്രോസസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട പോലെ ഡാറ്റയിൽ we got some operations, we have to perform some operations. After that we can get information. അതായത് വേരിയസ് ഓപ്പറേഷൻസ്, കാൽക്കുലേഷൻസ്, ക്ലാസിഫിക്കേഷൻസ്, കമ്പാരിസൺ, സോർട്ടിങ്, ഫിൽറ്ററിങ്, സമ്മറൈസിങ്, ഇതൊക്കെ നമ്മൾ പെർഫോം ചെയ്ത് നമുക്ക് ഡാറ്റ ഈസ് കൺവേർട്ടഡ് ആസ് ഇൻഫർമേഷൻ. ഓക്കെ, ഈ പ്രോസസ്സ് കഴിയുമ്പോൾ ഡാറ്റ എന്തായി മാറി? ഇൻഫർമേഷനാക്കി മാറുകയാണ് ചെയ്യുന്നത്. ദെൻ എന്താണ് വരുന്നത്? ഔട്ട്പുട്ട്. ഡാറ്റ പ്രോസസ്സിങ് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഇൻഫർമേഷൻ നമുക്ക് പ്രിൻ്റ് എടുക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡിസ്പ്ലേ ഡിവൈസസ് വഴി നമുക്ക് കാണുകയോ ചെയ്യാൻ സാധിക്കും. ഈ ഔട്ട്പുട്ടിനനുസരിച്ച് വി ക്യാൻ ടേക്ക് എനി ഡിസിഷൻസ്. നിങ്ങളുടെ അലോട്ട്മെൻറ്റ് സ്ലിപ്പിൻ്റെ ഒരു ഡയഗ്രമാണ് അവിടെ കാണുന്നത്. So these are the phases, and finally we have distribution of information. നമ്മൾ കിട്ടുന്ന അലോട്ട്മെൻറ്റ് സ്ലിപ്പ് നമുക്ക് നമ്മുടെ ബെനിഫിഷ്യറീസിന് നമ്മളത് പാസ് ചെയ്യുന്നത്. അതായത് നമുക്ക് ഏത് സ്കൂളിലൊക്കെയാണോ അഡ്മിഷൻ കിട്ടിയത്, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയൊക്കെ ആവശ്യങ്ങൾക്കായി നമ്മുടെ ഔട്ട്പുട്ടിനെ വി ആർ ഡിസ്ട്രിബ്യൂട്ടിങ് ദാറ്റ് ഇൻഫർമേഷൻ.
So these are the phases of data processing. Very very important ആണ് data processing എന്നാൽ എന്ത്, അതിൻ്റെ different phases. Data processing definition സാധാരണ ചോദിക്കാറുണ്ട്. That is the conversion. It refers the operations or activities that are used to perform to convert data into information. ഡാറ്റയെ ഇൻഫർമേഷൻ ആക്കി മാറ്റുന്ന പ്രോസസ്സിനെയാണ് ഇത് പറയുന്നത് ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഇതിന് 6 സ്റ്റെപ്സ് ഉണ്ട്. ആ സ്റ്റെപ്സ് ഓർത്തിരിക്കണം. അതിന് ചോദിക്കും, പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, അതിൻ്റെ ഓർഡർ മാറ്റി ചോദിക്കാറുണ്ട് ഒക്കെ വരാറുണ്ട് കേട്ടോ. സോ ആ ഡയഗ്രാം ഓർക്കുക, നമുക്ക് ഈസി ആയിട്ട് പോയിന്റുകൾ റിക്കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഡാറ്റ ക്യാപ്ചറിംഗ് എന്ന് പറഞ്ഞാൽ ഡാറ്റ കളക്ഷനാണ്. ദ ഡാറ്റ ഈസ് കളക്റ്റഡ്. ഇൻപുട്ട് എന്ന് പറയുന്നത് ക്യാപ്ചേർഡ് കളക്റ്റഡ് ഡാറ്റ ഈസ് ഫെഡ് ഇൻ ടു ദ കമ്പ്യൂട്ടർ, ദാറ്റ് ഈസ് നോൺ ആസ് ഇൻപുട്ടിംഗ്. ആഫ്റ്റർ വി വിൽ പെർഫോം സ്റ്റോറേജ്. ദ ഇൻപുട്ടഡ് ഡാറ്റ വിൽ ബി സ്റ്റോർഡ് ഓൺ ടു ദ സ്റ്റോറേജ് മീഡിയ. store ചെയ്യുന്നു. After we have the stage as processing. Here the stored data is passed on to the processing unit. Then the data will be performed, data will be undergo some operations like calculations, classification, sorting, filtering okay perform ചെയ്ത് finally we got output. That output will be distributed. Okay, these are the phases of data processing. നെക്സ്റ്റ് വി ഹാവ് ഡിസ്കഷൻ സെഷൻ. അതായത് നമ്മളിപ്പോൾ കണ്ടത് ഒരു ലൈവ് എക്സാമ്പിളാണ് അല്ലേ. അതായത് നമ്മുടെ അഡ്മിഷൻസ്, നിങ്ങൾ +1 അഡ്മിഷൻ എടുത്ത ഒരു സിസ്റ്റത്തെക്കുറിച്ചുള്ള ഒരു ഡാറ്റ പ്രോസസ്സിങ്ങിൻ്റെ സ്റ്റെപ്സ് ആയിരുന്നു നമ്മൾ കണ്ടത്. നിങ്ങളോട് ഇനിയിപ്പോൾ പറയുകയാണ്, ഒരു അക്കൗണ്ട് ബാങ്കിലൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. ഇത് അതുപോലെ തന്നെ എന്താണ് അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ഒരു സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യണം. സോ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് റിയൽ ലൈഫിലുള്ള നിങ്ങളുടെ റിയൽ ലൈഫിലുള്ള ഏതെങ്കിലും ഒരു സിറ്റുവേഷനെ ഡാറ്റ പ്രോസസ്സിങ്ങിലേക്ക് എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഇതാണ് നമ്മളൊരു എക്സാമ്പിളായിട്ട് ഇവിടെ പറയുന്നത്. അപ്പം നമുക്ക് നോക്കുക, ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ആലോചിക്കുക. എന്തായിരിക്കും നമ്മൾ ചെയ്യുക? നമുക്കൊരു ഫോം ഉണ്ടായിരിക്കും അല്ലേ, ആ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കും. അതായത് സോഴ്സ് ഡോക്യുമെൻറ്റ് പ്രിപ്പറേഷൻ നടക്കുക. നമ്മൾ ബാങ്കിലേക്ക് അപ്രോച്ച് ചെയ്യുന്നു, അവിടെ ബാങ്കിൽ ചെന്ന ഒരു ഫോം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നു. അവിടെ നമ്മൾ നടക്കുന്നതാണ് സോഴ്സ് ഡോക്യുമെൻറ്റ് പ്രിപ്പറേഷൻ നടന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഫില്ല് ചെയ്ത ഫോം എന്താണ്, ആ ബാങ്കിലെ ക്ലർക്കിനെ ഏൽപ്പിക്കുന്നു. ക്ലർക്ക് അതെന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, അതിനെ അവരുടെ കമ്പ്യൂട്ടറിലേക്ക് എൻ്റർ ചെയ്യുന്നു. സോ അവിടെ ഇൻപുട്ടിങ് നടക്കുന്നു. ദെൻ ആ നമ്മൾ ഇൻപുട്ട് ചെയ്ത ഡാറ്റ എന്ത് ചെയ്യുക, അത് ദാറ്റ് ആർ സ്റ്റോർഡ് ഓൺ ദ ബാങ്കിൻ്റെ സെർവറിൽ സ്റ്റോർ ചെയ്യുന്നു. ആഫ്റ്റർ അവിടെ എന്ത് ചെയ്യാണ്, പ്രോസസ്സിങ് നടക്കുകയാണ് ചെയ്യുന്നത്. അതായത് നിങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ എടുത്ത് അവിടെ നമുക്കൊരു ഡിസിഷൻ എടുക്കുകയാണ് ചെയ്യുന്നത്. ബാങ്ക് ഡിസിഷൻ എടുക്കുക ചെയ്യുന്നത് അല്ലേ, ഇന്ന വ്യക്തിക്ക് ഇന്ന ബാങ്കിൽ ഇന്ന ബ്രാഞ്ചിൽ ഒരു അക്കൗണ്ട് ആക്കാം. ഒരു അക്കൗണ്ട് നമ്പറൊക്കെ നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. അക്കൗണ്ട് നമ്പറും ഒരു ഡീറ്റെയിൽസ് ഒരു പാസ്ബുക്കൊക്കെ നമുക്ക് അലോട്ട് ചെയ്ത് കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് അവിടെ എന്ത് കിട്ടി, ഔട്ട്പുട്ട് കിട്ടി. സോ അവിടെ ഔട്ട്പുട്ട് കിട്ടി. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു സ്കോളർഷിപ്പിനോ മറ്റോ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ നമുക്ക് കിട്ടിയ പാസ്ബുക്കോ ഒക്കെ നമുക്ക് സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളവിടെ എന്ത് ചെയ്തു, നമ്മുടെ ബെനിഫിഷ്യറീസിന് നമുക്ക് മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് കിട്ടിയ ഔട്ട്പുട്ട് യൂസ് ചെയ്യാം. സോ അവിടെ കണ്ടോ, നമ്മൾ കണ്ട ഓരോ സ്റ്റേജിൽ കൂടെ നമ്മൾ പാസ് ചെയ്യുക ചെയ്യുന്നത്. ഇതുപോലെ ഒരു സ്കോളർഷിപ്പിൽ അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരിക എന്ന് നിങ്ങൾ ആലോചിക്കുക. അതുപോലെ നിങ്ങൾക്കുള്ള അടുത്തൊരു അസൈൻമെൻ്റാണ് എന്താണ്, നമ്മുടെ ഡെയിലി ലൈഫിലുള്ള ഡാറ്റ പ്രോസസ്സിങ്ങിൻ്റെ മറ്റൊരു എക്സാമ്പിൾ കണ്ടെത്തുക. ഇനി നിങ്ങളോട് പറയാനുള്ളത്, ഒരു ക്വിസ് ഞാനൊരു ഗൂഗിൾ ഫോം പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ കണ്ട ഈ 2 വീഡിയോസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് അതിലുണ്ട്. അപ്പോൾ ഈ ഒരു URL നിങ്ങൾ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ബ്രൗസറിലെ അഡ്രസ് ബാറിൽ പേസ്റ്റ് ചെയ്ത് ഈ ക്വിസ് ഒന്ന് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ് മീ. ഓക്കെ.